നേരിട്ടാണെങ്കിലും വാട്സപ്പിലൂടെയോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ ആണെങ്കിലും മറ്റൊരാൾക്കെതിരെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിക്കുക, ശകാര വാക്കുകൾ ഉപയോഗിക്കുക, അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് UAE നിയമം വളരെ കർശനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഇതേക്കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അലയൻ കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസിൻ്റെ ഒരു വിധി കണ്ടപ്പോഴാണ്. ഒരു പുരുഷന് 10,000 ദിർഹം പിഴ കോടതി വിധിക്കുകയുണ്ടായി. അതായത് വാട്സപ്പിലൂടെ ഒരു സ്ത്രീക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചു, അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയതോടെയാണിത്. അപ്പോൾ തനിക്കെതിരെ വളരെ മോശകരമായിട്ടുള്ള, അപകീർത്തികരമായിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ വൈകാരികമായി ബുദ്ധിമുട്ടിക്കുന്ന ചില പരാമർശങ്ങൾ പുരുഷൻ നടത്തിയെന്ന് കാണിച്ച് 51,000 ദിർഹം നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സ്ത്രീ കോടതിയെ സമീപിക്കുകയായിരുന്നു. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. ഇതിലാണ് കോടതി സ്ത്രീക്ക് വൈകാരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്ന കാര്യം സ്ട്രെസ് ചെയ്തുകൊണ്ട് പുരുഷന് 10,000 ദിർഹത്തോളം പിഴ വിധിച്ചിരിക്കുന്നത്. വിധി അന്തിമമായിരിക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തർക്കം തുടങ്ങി വെച്ചത് ആദ്യം സ്ത്രീയാണ്. മോശം വാക്കുകൾ തങ്ങൾക്ക് നേരെയാണ് ആദ്യം ഉപയോഗിച്ചതെന്ന് പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി അത് മുഖവിലേക്ക് എടുത്തില്ല. സ്ത്രീയുടെ വൈകാരിക ബുദ്ധിമുട്ടുകൾ അത് പരിഗണിച്ചാണ് കോടതി വാട്സപ്പ് ഡിഫമേഷൻ കേസിൽ പുരുഷനായിട്ടുള്ള വ്യക്തി 10,000 ദിർഹം പിഴ അടയ്ക്കണം എന്ന തരത്തിൽ റൂളിംഗ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകൾ മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് കരുതുക, ശ്രദ്ധിക്കുക, കഴിവതും അത്തരം തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക എന്നാണ് കോടതി വിധി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.